റിയൽ ഗ്രോത്ത് ഈസ് ബീയിങ് മോർ ഓഫ് യുവർ സെൽഫ്. ജീവിതത്തിൽ വളർച്ച എന്നത് നല്ല തൊഴിൽ, സോഷ്യൽ സ്റ്റാറ്റസ്, ഉയർന്ന ശമ്പളം, പണത്തിലും ബഹുമതിയിലുമാണ് നാം കാണുന്നത്. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. എങ്കിൽ വളർച്ച എവിടെയാണ് ഉണ്ടാകുന്നത്? യഥാർത്ഥ വളർച്ച നമ്മിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതായത് യഥാർത്ഥ വളർച്ച എന്നത് നമ്മിലേക്ക് നാം അടുക്കുന്നതിലൂടെയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മറച്ചു വെച്ച് മറ്റൊരാളായി ജീവിക്കുന്നതല്ല വളർച്ച. മറിച്ച് നമ്മുടെ മൂല്യങ്ങളും സ്വഭാവവും സ്വപ്നങ്ങളും അടങ്ങിയ ഒരാളായി ആത്മാർത്ഥമായി നാം എപ്പോഴാണോ ജീവിക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച നമ്മിൽ സംഭവിക്കുന്നത്. അതായത് യഥാർത്ഥ വളർച്ച എന്നത് ഉള്ളിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. നമുക്ക് ചുറ്റുപാടിൽ നിന്നും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അവനെ പോലെ ആകണം, ഇവളെ പോലെ സംസാരിക്കണം, അങ്ങനെ അല്ലെങ്കിൽ വിജയിക്കാനാവില്ല. ഇതൊക്കെയാണ് നമ്മളെ നമ്മുടെ വഴിയിൽ നിന്നും തള്ളിക്കളയുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം നമുക്ക്, എങ്കിൽ ഞാൻ വളരേണ്ടതില്ലേ എന്ന്. ഉണ്ട്, പക്ഷെ അത് മറ്റൊരാളായി മാറാൻ വേണ്ടിയല്ല, നമുക്ക് ഉള്ളിലിരിക്കുന്ന അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനായിരിക്കണം. ഒരു വിത്ത് മരമായി വളരുന്നു, പക്ഷെ അതിന് അതിന്റെ സ്വഭാവം മാറ്റേണ്ടതില്ല. ഒരു മാവിന് വൃക്ഷമായി മാറുമ്പോഴും അതിന്റെ ഫലം മാമ്പഴം തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കുറിച്ച് വിശ്വസിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നാം തിരിയുക, സ്വയം തിരിച്ചറിയാൻ അല്പസമയം കണ്ടെത്തുക. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ വളർച്ച. ഓരോരുത്തരിലുമുണ്ട് അപാരത. നമുക്കുള്ള നമ്മുടെ വേറിട്ടതും അതുല്യമായ കഴിവുകൾ നാം തിരിച്ചറിയുക. കാരണം അതിനകത്താണ് നമ്മുടെ വളർച്ചയ്ക്കുള്ള ഓരോ ബീജവും. വളർച്ചയുടെ വഴികൾ: ആത്മപരിശോധന, ആത്മപരിഷ്കാരം, ആത്മാവബോധം. സ്വയം അറിയുക, സ്വയം സ്വീകരിക്കുക, സ്വയം വളരുക. അതുതന്നെയാണ് യഥാർത്ഥ വിജയം. സ്വയം അറിയുക എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായും ഭൗതികമായും വളർച്ചയുടെ ഒന്നാമത്തെ പടിയാണ്. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ സ്വന്തം മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും ആഴമുള്ള തിരിച്ചറിവ് കൈവരിക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമുക്ക് എന്താണ് ഇഷ്ടം, എന്താണ് നമ്മുടെ ആവശ്യം, നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണ്, നമ്മുടെ ശക്തികളും ദൗർബല്യങ്ങളും എന്തൊക്കെയാണ്, ഏത് സാഹചര്യത്തിലാണ് നാം കൂടുതൽ ഇത് പ്രകടിപ്പിക്കുന്നത്, എന്താണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം, എങ്ങനെ നാം പ്രതികരിക്കുന്നു, ആവേശത്തോടെ സംസാരിക്കുന്ന ആളാണോ, ആലോചിച്ച് സംസാരിക്കുന്ന ആളാണോ, ഇതെല്ലാം നാം സ്വയം വിലയിരുത്തണം. ഞാൻ ആരാണെന്ന് എനിക്കറിയാതെ ഞാൻ എവിടേക്ക് പോകണമെന്ന് എനിക്ക് അറിയാൻ കഴിയുകയില്ല. സമൂഹം നമുക്ക് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ കൽപ്പിക്കുന്നു. അതിനിടയിൽ നാം നമുക്ക് തന്നെ അജ്ഞാതരാകുന്നു. ആത്മവിശ്വാസം, വ്യക്തിത്വം, സ്ഥിരത എന്നിവയ്ക്ക് അടിസ്ഥാനമാണ് സ്വയം തിരിച്ചറിവ്. ഒരു നദി അത് കടലാണെന്ന് അറിയാതെ നീന്തുമ്പോൾ അതിന്റെ ഗതി നഷ്ടമാകുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ നമ്മൾ തിരിച്ചറിയാതെ വളരുവാൻ ശ്രമിക്കുന്നത്. സ്വയം അറിയുക എന്നത് വളർച്ചയുടെ തുടക്കവും ജീവിത വിജയത്തിന്റെ പടിയുമാണ്. ഇതുപോലുള്ള മനസ്സ് തൊടുന്ന ചിന്തകൾക്കായി ബീനാർട്ട് എക്സ്പീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ, ബി ഹാപ്പി.